ആ പേപ്പേഴ്സ് എല്ലാം കീറിക്കളഞ്ഞത് ലിന്നാണെന്ന് CCTV വഴി ഫു കണ്ടെത്തുകയും ലിന്നിനെ വിളിച്ച് നീ ചെയ്ത ഈ പ്രവൃത്തി ഈ വീഡിയോ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ ലിന്ന് ഒന്ന് പേടിക്കുകയാണ്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ വെന്നിനോട് ക്ഷമ പറയാനായി പറഞ്ഞു. അങ്ങനെ അവൾ എല്ലാവരുടെയും ഫോണിലേക്ക് വെന്നിന് മേൽ ഒരു തെറ്റുമില്ല, എല്ലാം ഞാനാണ് ചെയ്തതെന്ന് എഴുതി മെസ്സേജ് അയച്ചിരിക്കുന്നു. അതിനുശേഷം ഓഫീസിൽ എല്ലാവരും ലിന്നിനെ കുറ്റപ്പെടുത്തുകയാണ്. അത് കാരണം അവൾ ജോലി റിസൈൻ ചെയ്തു പോകുമ്പോൾ അന്നേരം വെന്നിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയെന്ന് പറഞ്ഞ് ഒരുത്തൻ ലിന്നിനെ വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല വെന്നിന്റെ എക്സ് ആയിരിക്കും. അന്ന് രാത്രി ഫു ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വെന്ന് പറയുന്നുണ്ട്, എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ചയിൽ എൻ്റെ ബർത്ത്ഡേ ആണ്, അതിന് നല്ല ഗിഫ്റ്റ് താ എന്ന് ഫു പറയുന്നു. അങ്ങനെ ഫുവിൻ്റെ ബർത്ത്ഡേ ദിവസം കാണിക്കുകയാണ്. വെന്ന് അവന് വേണ്ടി ഒരു ടൈ ആണ് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കണ്ട് അവന് ഒരുപാട് ഹാപ്പി ആവുകയും ഗിഫ്റ്റിനുള്ളിൽ ഒരു കാർഡും വരെ കാണുന്നു. അതിലാണെങ്കിൽ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നമുക്ക് കുഞ്ഞുങ്ങൾ വേണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഇത് ഈസിയാണല്ലോ, ഇത് ഡയറക്റ്റായിട്ട് എന്നോട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് വെന്നിനോട് ജോലിയെല്ലാം കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് വരാനായി പറഞ്ഞ് അവൻ പോകുന്നു. അവൻ പോയതിനു ശേഷം വെന്നിനൊരു കോള് വരികയാണ്. എൻ്റെ ഫ്രണ്ട് അറിയാതെ ആ ടൈ ഗിഫ്റ്റിനുള്ളിൽ വേറൊരു കാർഡ് വെച്ചു പോയി. മിസ്റ്റർ ഫുവിനോട് അത് എടുക്കരുതെന്ന് പറയുമ്പോൾ മിസ്റ്റർ ഫു ആ ഗിഫ്റ്റ് കണ്ടല്ലോ, വേറെ ഒന്നും നടന്നില്ലല്ലോ എന്ന് പറയുന്നു. വീട്ടിൽ മിസ്റ്റർ ഫു വെന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. അവൾ വന്നതും റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ വെന്ന അത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കാതെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, നിന്റെ എല്ലാം ആഗ്രഹം ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് അവളെ പിടിക്കാനായി വന്നതും അവൾ അവൻ്റെ കൈ പിടിച്ച് എത്രയാണ് തരാൻ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ അവനൊന്ന് ഷോക്കാവുകയാണ്. എന്നിട്ട് ആ ഗിഫ്റ്റിനുള്ളിലെ കാർഡ് അവൾക്ക് കാണിച്ചിട്ട് അവൾ അത് വായിച്ച് ചിരിക്കുന്നു. ഞാൻ ഈ ആഗ്രഹമല്ല ചോദിച്ചത്, എനിക്ക് പ്രമോഷനിൽ അധികം സാലറിയാണ് ചോദിച്ചത്. ഇത് അസിസ്റ്റന്റ് ഫ്രണ്ട് മാറ്റിവെച്ചതാണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ മിസ്റ്റർ ഫുവിന് ദേഷ്യം വരികയും അവനെ നാളെ തന്നെ ഫയർ ചെയ്യുമെന്ന് പറയുന്നു. ഇതിനു വേണ്ടിയാണോ ഈ ഒരു കോലത്തിൽ നിന്നത്, ബട്ട് നമ്മൾ റിലേഷൻഷിപ്പ് അല്ലല്ലോ എന്നിവൻ പറയുമ്പോൾ മിസ്റ്റർ ഫു വെന്നിനെയും കൂട്ടി ഡെയിലി ഡേറ്റിങ്ങിനെല്ലാം കൊണ്ടുപോകുന്നു. നീ എപ്പോഴാണ് ഓക്കെ എന്ന് പറയുന്നത്, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് കേട്ടതും അവൾക്കും ഒരുപാട് ഹാപ്പി ആവുകയാണ്. ഇവിടെ ലിന്നും എക്സും വെന്നിനെ കൊല്ലാനായി പ്ലാൻ ചെയ്യുകയാണ്. കാരണം എക്സ് ഇപ്പോൾ ഒരു കമ്പനിയിൽ പോലും ജോലി കിട്ടാത്ത അവസ്ഥയാണ് ഫു ഉണ്ടാക്കിയിരിക്കുന്നത്. ശേഷം ലിന്ന് ഫുവിൻ്റെ അടുത്തേക്ക് പോയി വെന്നിനെ ഞാൻ കാരണമാണ് ഒരുപാട് പ്രശ്നമുണ്ടായത്, ഞാൻ എബ്രോഡിൽ പോവുകയാണ്, അതിനു മുന്നേ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്, നീയും അവളും എന്തായാലും വരണമെന്ന് പറയുമ്പോൾ അവനും അതിന് ഓക്കെ എന്ന് പറയുന്നു. ശേഷം ഫു വെന്നിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ അത് കണ്ട് അസിസ്റ്റന്റ് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫുവിനെ പഠിപ്പിക്കുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ വെന്ന് വരികയും വെന്നിത് കാണുമ്പോൾ ഫു റിങ്ങെല്ലാം മാറ്റി വെച്ച് ഒന്നും നടക്കാത്ത പോലെ ഇരിക്കുന്നു. എന്നാൽ അസിസ്റ്റന്റ് ആ നിൽപ്പ് കാണുമ്പോൾ ഞാൻ മിസ്റ്റർ ഫുവിൻ്റെ ഷൂ ലൈസ് കെട്ടിക്കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ അവൾ വന്നത് ഫയലിൽ സൈൻ ചെയ്യാനായിരിക്കും. എന്നാൽ അവൾ അത് കൊടുക്കുമ്പോൾ അവൻ അവളെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ പോവുകയാണ്. ഓഫീസിൽ മാത്രമല്ല വീട്ടിലും അതെ. ഇവളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുകയായിരിക്കും. അപ്പോൾ വെന്ന് കുടിക്കാനായി പാലായിട്ട് കൊണ്ടുവരുമ്പോൾ ഉടനെ ലാപ്പ് ക്ലോസ് ചെയ്ത് അവിടുന്ന് പോകുന്നു. ഇവന് എന്ത് പറ്റിയെന്ന് ചിന്തിച്ച് ഫോണിൽ നോക്കുമ്പോഴാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 1 വർഷമാവുകയാണ്. എന്തായാലും അവനത് ഒന്നും ഓർമ്മ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് അവൻ്റെ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ആരും ഉണ്ടാവില്ല. പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടതും അവനായിരിക്കും എനിക്ക് വരെ സർപ്രൈസ് ആയിരിക്കും കൊണ്ടുവന്നിരിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല ഫുവിൻ്റെ അമ്മയായിരിക്കും. ഇവരുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ. മിസ്റ്റർ ഫുൻ അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടാകില്ല. ഈ ഒരു നല്ല ദിവസം എങ്കിലും അവൻ ഈ വീട്ടിലുണ്ടാകണ്ടല്ലേ എന്ന് പറഞ്ഞ് അമ്മ ചീത്ത പറയുമ്പോൾ കമ്പനിയിൽ തിരക്കുള്ളത് കാരണമാണ് ലീവ് എടുക്കാത്തെന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അസിസ്റ്റന്റ് അവളെ വിളിച്ച് ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്, വേഗം വരാനായി പറയുന്നു. ഇവളും ഒരു നല്ല ദിവസമായിട്ട് പോലും ലീവ് പോലും തന്നില്ല എന്ന് പറഞ്ഞ് മിസ്റ്റർ ഫുവിനെ ചീത്ത പറഞ്ഞു പോകുമ്പോഴാണ് മിസ്റ്റർ ഫു അവളെ വിളിച്ചു വരുത്തിയത് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. അവിടെ റോസാപ്പൂക്കളിൽ അവൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യം എഴുതിയിരിക്കുകയാണ്. നിന്നാദ്യം കണ്ടപ്പോൾ നീ മണ്ടിയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്, എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നീ എന്ന് പറഞ്ഞ് അവൾ നടന്നു പോകുമ്പോൾ
ഓരോ പൂവിലും അവൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യം അതിലെഴുതി വെച്ചിരിക്കുന്നു. നോക്കുമ്പോൾ ഫു മാസമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. ഇവളും അതിനെ സമ്മതിക്കുന്നു. ഓഫീസിലെ മറ്റ് സ്റ്റാഫും ഇതെല്ലാം കണ്ട് ക്ലാപ്പടിക്കുകയാണ്. അങ്ങനെ അവർ ഒരിടത്ത് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു വയസ്സായ മുത്തശ്ശൻ വന്ന് വിശക്കുന്നു എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചതും ഇവൾ കഴിക്കാനായി കുറച്ച് ക്യാഷ് കൊടുക്കുമ്പോൾ മുത്തശ്ശൻ അവിടെ കൈവിടാത്തതിനാൽ ഇവനും ആ മുത്തശ്ശൻ്റെ കൈ പിടിക്കുമ്പോൾ രണ്ടുപേരുടെയും കൈ പിടിച്ച് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും സോയിൽ ഒന്നാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും സോയിൽ എക്സ്ചേഞ്ച് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞതും ഫുൾ മൂൺ ഉള്ളപ്പോൾ നിങ്ങൾ കിസ് ചെയ്താൽ സോയിൽ വീണ്ടും മാറുമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ മാഞ്ഞു പോവുകയാണ്. വീട്ടിലെത്തുമ്പോൾ അവൾക്കിന്ന് നടന്ന സംഭവമൊന്നും ഷോക്കിൽ നിന്നും മാറിയിട്ടില്ല. ഇന്ന് ഫുൾ മൂണല്ലല്ലോ, ഒന്നും കൂടി കിസ് ചെയ്യാം, എക്സ്ചേഞ്ച് ആവോ ഇല്ലയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നോക്കുമ്പോൾ രണ്ടുപേരുടെയും സോയിൽ എക്സ്ചേഞ്ച് ആയിട്ടില്ല. ആ മുത്തശ്ശൻ നുണ പറഞ്ഞതാണെന്ന് കരുതി അവർ രണ്ടുപേരും വീണ്ടും കിസ് ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ലിന്നൊരുക്കിയ പാർട്ടിയിലേക്ക് രണ്ടുപേരും പോവുകയാണ്. അപ്പോൾ ലിന്നിൻ്റെ അമ്മ വന്ന് മരുമകനെ എന്ന് വിളിച്ച് കൈപ്പിടിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു ആൻറ്റി, 1 വർഷമായി എന്ന് പറഞ്ഞതും അങ്ങനെ ലിന്നിൻ്റെ അച്ഛൻ വന്ന് ഫോനെ കൂട്ടി മറ്റുള്ളവരെ പരിചയപ്പെടുത്താനായി പോകുമ്പോൾ ലിന്നിനെ ആ പാർട്ടിയിൽ വെച്ച് മയക്കുമരുന്ന് കൊടുത്ത് അവിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്നു. അത് മറ്റാരുമല്ലായിരിക്കും, ലിന്നായിരിക്കും. ബോധം വന്ന വെന്നിനോട് ലിന്ന് പറയുന്നുണ്ട്, നീ മരിച്ചു പോയാൽ അടുത്തത് മിസ്റ്റർ ഫൂൻ്റെ ഭാര്യ ആകുന്നത് ഞാനായിരിക്കുമെന്ന് പറഞ്ഞ് എക്സിനെ കൊണ്ട് അവളെ കൊല്ലിക്കാനായി വിടുന്നു. ഇവിടെ ഫു വെന്നിനെ അവിടെയൊന്നും കാണുന്നില്ല. ഉടനെ തേടാനിറങ്ങുമ്പോൾ അവളുടെ കമ്മൽ കിട്ടുന്നു. അത് കാണുമ്പോൾ അവൾ ആരോ തട്ടിക്കൊണ്ടു പോയെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഫു നേരെ ചെല്ലുന്നത് ലിന്നിൻ്റെ അടുത്തേക്കായിരിക്കും. അവളും എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് കഴിയൊഴിയുമ്പോൾ ദേഷ്യം വന്ന ഫു അവളുടെ കഴുത്ത് പിടിച്ച് ചോദിക്കുന്നു. ഇവിടെ എക്സ് അവളെ കുത്താനായിട്ട് പോയതും ഉടനെ ഫു വന്ന് തടയുകയും വെന്നിനെ രക്ഷിക്കുന്നു. അവൻ്റെ കയ്യിൽ രക്തം പോകുന്നത് കണ്ട് ഉടനെ അവർ വീട്ടിലെത്തി മെഡിസിനെല്ലാം ഇട്ടെടുക്കുമ്പോൾ ഇവൻ ഷർട്ടെല്ലാം ഓരുകയാണ്. അത് കണ്ടവൾ എന്തിനാണ് ഷർട്ട് ഓരുന്നത്, കയ്യിലെ മുറിവ് പറ്റിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഫു റൊമാൻറ്റിക്കായിട്ട് കിസ് ചെയ്യുകയാണ്. പെട്ടെന്ന് അവരുടെ സോയിൽ എക്സ്ചേഞ്ച് ആവുകയാണ്. ഇന്ന് ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെയാണ് സോയിൽ എക്സ്ചേഞ്ച് ആയത്. അപ്പോൾ വെന്നിന് വേദന സഹിക്കാനേ പറ്റുന്നില്ല. ഒച്ചുണ്ടാക്കുമ്പോൾ ഫു അവളെ വീണ്ടും കിസ് ചെയ്തപ്പോൾ സോയിൽ മാറുന്നില്ല. അതുകൊണ്ട് മുറിവിൽ മെഡിസിനെല്ലാം പറ്റുമ്പോൾ ലിന്ന് തന്നെയാണ് കടത്തിക്കൊണ്ട് പോയത്. പക്ഷെ അതിനൊരു തെളിവില്ല എന്ന് പറഞ്ഞ് ഇവർ ഒരു പ്ലാൻ ചെയ്യുകയാണ്. വെന്നാണല്ലോ ഫൂൻ്റെ ബോഡിയിലുള്ളത്. ഇവൾ കുടിച്ചതുപോലെ അഭിനയിച്ച് ലിന്നിനോട് എനിക്ക് നിന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അവളുമായി ക്ലോസ് ആകുമ്പോൾ വെന്നിനെ കിഡ്നാപ്പ് ചെയ്ത കാര്യം പറഞ്ഞ് എല്ലാ സത്യം പറയുന്നു. സോ എവിഡൻസ് കിട്ടിയ കാരണം അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എവിഡൻസ് കിട്ടിയത് കാരണം പോലീസിൽ ഏൽപ്പിക്കുമെന്ന് കരുതി ലിന്നു ഓഫീസിലൊന്ന് ക്ഷമ പറഞ്ഞു. പക്ഷേ വെന്നിൻ്റെ ബോഡിയിൽ ഫു ആണല്ലോ. പെട്ടെന്ന് ലിന്ന് കത്തിവെച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ വെന്നിൻ്റെ ബോഡിയിൽ ഫു ആണല്ലോ. അവളെ തള്ളിയിട്ട് അസിസ്റ്റൻ്റ് അവളെ പുറത്താക്കുകയാണ്. ഫോണിൻ്റെ കഴുത്തിൽ ചെറിയൊരു മുറിവ് പറ്റിയിരിക്കുന്നത് കണ്ട് അവൾക്കൊരുപാട് വിഷമമാകുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ കൃത്യമായിട്ട് 12 മണി. ഫോ പെട്ടെന്ന് വെന്നിനെ കിസ് ചെയ്തും സോയിൽ വീണ്ടും എക്സ്ചേഞ്ച് ആവുകയാണ്. പെട്ടെന്ന് ഫോ അവളുടെ കൈപ്പിടിച്ച് 12 മണി കഴിഞ്ഞ് ഇനി സോയിൽ എക്സ്ചേഞ്ച് ആവില്ലെന്ന് പറഞ്ഞ് കിസ് ചെയ്ത് വന്നതും വെന്നിനെ ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ ഒരു ദിവസം വെന്നിനെ ഹോസ്പിറ്റൽ അതുമായി ബന്ധപ്പെട്ട് ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ എത്ര മാസമായെന്ന് ചോദിക്കുന്നു. 7-8 മാസം വരെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇതെല്ലാം ഫു മറുവശത്തു നിന്ന് കേൾക്കുകയും തെറ്റായി ചിന്തിച്ച് വെന്നിനെന്തോ മാരക അസുഖമുണ്ട്, 7-8 മാസം വരെ ജീവനോടെ ഉണ്ടാകൂ എന്ന് കരുതി അവനാകെ സങ്കടപ്പെട്ടു പോകുന്നു. അവൻ പോയതിനു ശേഷമാണ് ഫ്രണ്ട് മിസ്റ്റർ ഫൂനോട് പ്രഗ്നൻ്റ് ആയുള്ള കാര്യം എപ്പോഴാണ് പറയാൻ പോകുന്നത് അറിയില്ല. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം പറയാൻ എന്ന് പറയുന്നു. ഇവിടെ ഫു ലാപ്ടോപ്പിൽ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് എന്തിൻ്റെ കാരണമാണെന്ന് സെർച്ച് ചെയ്യുമ്പോൾ കൂടുതൽ കാണിക്കുന്നത് ക്യാൻസറാണ്. അത് കാണുന്നവനാകെ സങ്കടം വരികയും കരച്ചിലാണ് വരുന്നത്. വീട്ടിലെത്തുമ്പോൾ അവൾ ജോലി ചെയ്യുകയായിരിക്കും. അത് കാണുന്ന അവൾ ഒരിടത്ത് ഇരുത്തിയിട്ട് നീ അധികം ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഒരുപാട് കെയർ ചെയ്യുന്നു. അടുത്ത ദിവസം അമ്മയ്ക്കൊപ്പം ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഛർദ്ദിക്കാൻ വരികയും അമ്മ അവനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മരുമകൾ പ്രഗ്നൻ്റ് ആണോന്ന്. അപ്പോൾ അവൻ ഒരു ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത്. എനിക്ക് അവൾ ഭാരമല്ല, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. അത് കേട്ട് വന്ന അവൾ എൻ്റെ ഭാരമോ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നീയും നിന്റെ ഫ്രണ്ടും ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കേട്ടു നിനക്ക് എന്തോ മാരക രോഗമാണ്, 7-8 മാസം വരെ ജീവനോടെ
ഉണ്ടാകൂ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്കൊരു രോഗമില്ലല്ലെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ ഛർദ്ദിക്കുന്നത്, അതിനെന്ത് കാരണമെന്ന് പറയുമ്പോൾ ഉടനെ അമ്മാവൻ്റെ തലയിൽ കൊട്ടിയിട്ട് എടാ മണ്ട നിന്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുമ്പോഴും 7 മുതൽ 8 മാസമോ 2 മാസമായി ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് 7 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 8 മാസമാകുമ്പോഴേക്കും കുഞ്ഞ് ജനിക്കും എന്ന് പറഞ്ഞതും അവന് ഹാപ്പി ആവുകയും അവളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുമ്പോൾ അവളെയും ഒരു പണിയും ചെയ്യിപ്പിക്കില്ല. അവൾക്ക് വേണ്ടതെല്ലാം അവൻ എല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ അവൾ തൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതും അവൻ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വെന്ന് പഠിച്ച് പാസ്സായി ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ലീഡറായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ അവൾക്ക് 10 മാസം വരെ ആയിരിക്കുകയാണ്. വീട്ടിലിരിക്കുമ്പോൾ ഒരു ഡിസൈൻ കോമ്പറ്റീഷനിൽ വിന്നായിരിക്കുന്നത് വെന്നാന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ലേബർ പെയിൻ വരികയും ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അവൾക്ക് വേദന ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സോറി എന്ന് പറഞ്ഞ് ഫൂനെ കിസ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും സോയിൽ എക്സ്ചേഞ്ച് ആവുകയും എന്തിനാണ് ഹനി നീ ഇങ്ങനെ പരിപാടി ചെയ്തെന്ന് പറഞ്ഞ് കരയുമ്പോൾ വെന്ന് പുറത്തുനിന്ന് ഇത് നിന്നെയും കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന്